വീണ്ടും ഉയരുന്നത് ഒരു പ്രധാന ചർച്ചയാണ്. ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ട ഏറ്റവും വലിയ ഗുണം എന്താണ്? എന്ത് അധികാരമോ ശക്തിയോ അല്ല, സഹിഷ്ണുതയും വിനയവുമാണ് എന്നാണ് പൊതുവായ വിലയിരുത്തൽ. ജനങ്ങളോടൊപ്പം ജീവിക്കുന്ന ഒരാളായിരിക്കണം ഒരു നേതാവ്. വിമർശനങ്ങളെയും എതിർപ്പുകളെയും പോലും സമാധാനത്തോടെ നേരിടാൻ കഴിയണം. ഈ പശ്ചാത്തലത്തിലാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ശൈലിയും നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനുടെ സമീപനവും തമ്മിലുള്ള താരതമ്യം വീണ്ടും ചർച്ചയാകുന്നത്. ജനാധിപത്യത്തിൽ നേതാവിന്റെ യഥാർത്ഥ ശക്തി അവന്റെ വിനയത്തിലും സഹിഷ്ണുതയിലുമാണ്. സാധാരണക്കാരനിൽ നിന്ന് വിമർശകന് വരെ എല്ലാവരോടും ഒരുപോലെ പെരുമാറാൻ കഴിയുന്നവനാണ് ഒരു നല്ല രാഷ്ട്രീയക്കാരൻ. ഈ ഗുണങ്ങളുടെ പ്രതീകമായി പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഉമ്മൻചാണ്ടിയെയാണ്. മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്നപ്പോഴും കടുത്ത പ്രതിഷേധങ്ങൾ നേരിടുമ്പോഴും അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ ലളിതമായിരുന്നു. കഷ്ടം എന്നൊരു വാക്ക് മാത്രം. കല്ലേറുകൾക്കും വിമർശനങ്ങൾക്കും മുൻപിൽ പോലും ക്ഷമയും സഹനവുമായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഒരു സാധാരണക്കാരനോട് സംസാരിക്കുന്ന അതേ എളിമയോടെ എല്ലാവരോടും ഇടപെട്ട നേതാവായിരുന്നു അദ്ദേഹം. അതേസമയം നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അഹങ്കാരവും കടുത്ത പ്രതികരണങ്ങളും അദ്ദേഹത്തിന്റെ ശൈലിയായി മാറിയെന്നാണ് ആരോപണം. മാധ്യമ അഭിമുഖങ്ങളിൽ പോലും ചോദ്യങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നു എന്ന വിമർശനം ഉയരുന്നു. ചിലപ്പോൾ അസ്വസ്ഥമായ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുന്ന സംഭവങ്ങളും ചർച്ചയാകുന്നു. മാധ്യമപ്രവർത്തകനായ പ്രമോദ് രാമന് ചോദിച്ച ഒരു ചോദ്യത്തിന് തൃപ്തികരമായ മറുപടി നൽകാതെ പ്രതികരിച്ചതും വിവാദമായി. ഇതിന് പുറമെ പൊതുവേദികളിൽ ഉണ്ടായ ചില സംഭവങ്ങളും വീണ്ടും ചർച്ചയാകുന്നു. പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അസഹിഷ്ണുത, സാങ്കേതിക പ്രശ്നങ്ങളിൽ കടുത്ത പ്രതികരണം, വ്യത്യസ്ത അഭിപ്രായങ്ങളെ സഹിക്കാത്ത സമീപനം, ഇവയെല്ലാം ചേർന്നാണ് വിമർശകർ ചോദിക്കുന്നത്. ജനാധിപത്യ നേതാവിന് വേണ്ട വിനയം നഷ്ടപ്പെടുന്നുണ്ടോ? അതേസമയം പബ്ലിസിറ്റിയും ഇമേജ് ബിൽഡിംഗും ശക്തമാകുന്ന സാഹചര്യത്തിൽ സിനിമാ താരം മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരെ ഉപയോഗിച്ച് സൗമ്യതയുടെ മുഖം അവതരിപ്പിക്കാൻ ശ്രമങ്ങൾ ഉണ്ടായെന്ന ആരോപണവും ഉയരുന്നു. എന്നാൽ ജനങ്ങൾ കാണുന്നത് വാക്കുകളല്ല, പ്രവൃത്തികളും പ്രതികരണങ്ങളുമാണ് ഒരു നേതാവിനെ വിലയിരുത്തുന്നത്. അവൻ എത്ര അധികാരത്തിലുണ്ടെന്ന് നോക്കിയല്ല, ജനങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നതാണ്.